അയ്യോ, ഞാൻ പറയുന്നു കേക്ക്. നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ടേറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ടേച്ച് രാഖിരാമായണം അയാൾ കടന്നുകളയുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? ആ, എന്താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദക്ക് വെക്കണോ കാശ്? ഈ സമയത്ത് നീ കാല് പാരാതടാ. എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല. അയാൾ കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാൽ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് ചോദിക്കണം. ആരും ബഹളം വെക്കണ്ട, എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം തരാം. അയ്യോ ശശാങ്ക, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കുറെ ഒഴിച്ചതല്ലേ, ഇനി സമയാകുമ്പം പറയാം. ഇപ്പൊ ആയി. അതെ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ. ഒന്ന് പോടോ. എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു. ഒന്ന് കണ്ടാ കൊള്ളായിരുന്നു. KSK നമ്പ്യാർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയനാ? എന്റെ ഭഗവതി, അളിയാ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്തു പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് ഉങ്ങി തരണം. തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ? വാസ്തവം. കണ്ടോ ആ തല വെച്ചിരിക്കണ ഇരുപിടിക്കട്ട? അല്ല, നെല്ലിക്കാ കിഴിയാ. അയ്യോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലേശ ബുദ്ധിപരമുണ്ട്. ചങ്കെ കുത്തുന്ന വർത്താനം പറയാതെ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത്. കൊന്നുകളയും, തല്ലിക്കൊല്ലും. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ, നാട്ടുകാർ എന്നെ തല്ലിക്കൊല്ലും. നമ്പ്യാർ സാറേ, അങ്ങനെ ആവട്ടെ. ഇവിടെ പാടോ. ഞാൻ വരണോ? അവിടെ അവിടെ അവരെല്ലാം പൊളിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ, കിഴി വഴിപാട്. പോന്നു. ഞാൻ വന്നിട്ട് കുറെ നേരമായി. അവിടെ അളിയൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം എന്താ? നല്ല സ്നേഹമുള്ളവര്. സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നുകളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നും. വരെ പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, ഫണ്ട് ഉണ്ടെങ്കിലേ പണി നടക്കൂ. നമ്പ്യാർ സാറേ, ഇങ്ങേരുത് എവിടെ പോവുക? നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ, ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്. നമുക്ക് അതുകൂടെ പൊളിച്ചാൽ. ഒരിടത്തൊരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചോ വലുതാക്കാം. അളിയാ, ഇതിന്റെ ആൾ ഇദ്ദേഹം അല്ല. അളിയൻ റൈറ്റ്. ഇതിന്റെ വാരേതാ? അതെ, ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തുകയല്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താൻ ഇരിക്കുതാ, ഞാൻ അതും തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കിഴിയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയെ വെച്ചോണ്ട് ഇരുന്നാ. എടോ എടോ, നമ്പ്യാറിനാളിയാ, നിക്കടോ അവിടെ. ബീഡി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ? എടോ, എന്താ താൻ പറഞ്ഞ വഴിപാടോ? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര, ചതിച്ചോ? ചതിച്ചു. ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ? എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരുമെന്നാ മുതലാളി പറഞ്ഞത്. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിഭ്രമമുള്ള ആളാണ്. അയാളുടെ ഫണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടയിൽ. ഇയാളെ അളിയനാ അയാള്. ആരാടാ നീ? ഞാനെങ്ങനെയാണോ നിന്റെ അളിയനാവുന്നേ? ഇതാ ഞങ്ങളുടെ മുതലാളി. അയ്യോ ഈശ്വര, ഞാൻ എനിക്ക് വട്ടാണെന്നല്ലേ? എനിക്ക് ഫണ്ടില്ലെന്നാരാ പറഞ്ഞ? നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പോ വരാം. മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ്, കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരി തരിച്ചു. രമണ, നമ്മുടെ ടാർ വീപ്പ് ഉണ്ട് മുതലാളി. എന്നാ ഇവനൊന്ന് മുക്കി വിട്ടാരേ. ഇവന്റെ തിളച്ച ടാറാണോ? അയ്യോ, കരിമ്പൂതം
ഉച്ചയ്ക്ക് വീണവായ നിനക്ക് ചിരി വരുന്നുണ്ട് നിനക്കോ വരില്ല. ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ കാഞ്ഞു പോയിന്ന്. എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത്. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല. മണ്ണെണ്ണ തീരാറായി, ഒരു ടിന്നും കൂടി വേണം. അതും തികയൊന്നും തോന്നുന്നില്ല. ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ? എന്തിനാ? ഒന്ന് മുങ്ങാൻ. ഒന്ന് വേഗം തേച്ചൊരിച്ച് കളയി. 10:30 വണ്ടിക്ക് മടങ്ങി പോകാനുള്ള. അമ്മാവൻ ഇപ്പൊ തന്നെ പോണോ? പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം. ഇക്കണക്കിന് പോയാൽ എന്റെ വീട് ജപ്തി എന്നാണ് തോന്നുന്നത്. മണ്ണെണ്ണ മണ്ണെണ്ണ ഒന്നും നിലയില്ല. പോയിട്ട് വരാം മക്കളെ. നിങ്ങൾ വിഷമിക്കണ്ട. ഇവനെ പോലെ നിനക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എരുതിയിൽ നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണാതിരിക്കില്ല. എന്തീശ്വരാ. ഞാൻ നിന്നെ തിരക്ക് നടക്കല്ലായിരുന്നു. താനേടാ നീ വന്നേ. എന്താ നീ ഇതെവിടെ പോവുക? ഞാനാ ഭാര്യ തിരക്ക് പോവാ. പിന്നെ ഇതാരാ നിന്റെ തന്തയാ? അയ്യോ ചേട്ടനായിരുന്നോ? മൂക്കിനെന്ത് പറ്റി? നീര് വെച്ചിരിക്കുന്നു. ആ അതെ, കാട്ടുപോത് കുത്തിയതാ. ദേഹമാസകലം നീര് വരാതിരിക്കാനാ ഞാൻ ഇത് വെച്ചോണ്ട് തിരക്കണത്. ആ ശശാങ്കനും കൂട്ടരും എന്നെ തേടി നടക്കുക. അവന്മാരുടെ കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് ശരീരം മുഴുവൻ തീരെ ഗർഭവാസം പറഞ്ഞിട്ടെന്താ കാര്യം? ആശുപത്രി കിടക്കുക. പോണത് കണ്ടില്ലേ? അവന്മാരുടെ കൈ പെടുന്നതിന് മുമ്പ് ഒരു 15 സെന്റ് സ്ഥലം വിട്ട് കൂത്തരങ്ങിന്റെ പണി തുടങ്ങണം. ഇല്ല കൈ കാണുകയല്ലേ കാലും കാണുകയല്ലേ. ചേട്ടൻ എന്തിനാ പേടിക്കണേ? പാർട്ടി റെഡി ക്യാഷ് ആയിട്ടാ വന്നിരിക്കുന്നത്. റെഡി ക്യാഷ്? റെഡി ക്യാഷ് കിട്ടുമോ? കിട്ടും. എന്റെ ദേവി, എന്നാ സമയങ്ങളെ ആദ്യം വാ. ദേ ഇതാ മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം. അയ്യോ ഈശ്വര, പിന്നെ ഇയാളാ? ഞാനിത് മുഴുവൻ അങ്ങ് വാങ്ങിച്ചേക്കാം. എന്താ താനിങ് വന്നേ. ഇതാണോ ആള്? അതെ, ബെസ്റ്റ് പാർട്ടിയാ. പക്ഷെ എന്റെ കമ്മീഷൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് തരണം. പിന്നെന്താ, ഇപ്പൊ തന്നെ നന്നാക്കാം. ഇത് അഡ്വാൻസ്, ബാക്കി പിന്നെ. എന്താ ഇതൊക്കെ? താനെന്താ വല്ല സർക്കസിൽ നിന്നും വരുവാണോ? സർക്കസിലേക്ക് പോവുക. വേണമെങ്കിൽ താനും കൂടെ പോരെ. നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് തമാശകൾ കാണിക്കാം. എന്തോ എടോ കള്ള വാരിയോനെ. അയ്യേ, ഞാൻ വാരൊന്നുമല്ല. എന്റെ പേര് ജോസഫ് എന്ന് പറ്റുവാ. ഞാനേ സർക്കസിലെ ജോക്കറാ. തന്റെ മൂക്കേ ഞാൻ ഇടിച്ച് ഇതേ ഷേപ്പിലാക്കി തരാം. മേനാൽ ഇത് വെക്കേണ്ടി വരില്ല. കാര്യം പറയട്ടെ. എടോ താൻ 5 ലക്ഷം രൂപ ഈ നിൽക്കുന്ന നമ്പ്യാരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഒപ്പിട്ട് കൊടുത്തതിന്റെ രസീതല്ലേ ഇത്? എന്റെ അമ്മയാണ് സത്യം. ഒരു പൈസ പോലും ഈ മനുഷ്യൻ എനിക്ക് തന്നിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. എന്റെ അളിയൻ ശിവരാമൻ 5 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തതാ. അതിന്റെ രസീത് ഞാനും കണ്ടതാ. ഇപ്പൊ കാര്യം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇടി തുടരട്ടെ. ഒരു മെഗാ സീരിയൽ പോലെ ഇടി. ഒരിക്കലും അവസാനിക്കരുത്. ഇടയ്ക്ക് പരസ്യം പോലും പാടില്ല. എടാ പോഴന്മാരെ, ഇയാള് നമ്പ്യാരല്ല, നമ്പരില്ലാത്തവനാ. ഒരുപാട് കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉടമയായിരുന്നു. അത് പണ്ട്. ഇപ്പൊ ഇയാൾക്കൊന്നുമില്ല. പാപ്പരാ. എടോ താൻ ഒരുത്തൻ കാരണം കുറെ ദിവസങ്ങളായിട്ട് ഞാൻ എന്റെ വീട് പോലും കണ്ടിട്ടില്ല. എല്ലാം നശിച്ചു. ഇയാളുടെ വീടും പറമ്പും ഒക്കെ പോയി. ഇയാള് കാരണം ഇപ്പൊ എന്റെ വീടും പറമ്പും വിൽക്കാൻ പോവുക. ഈ പ്രശ്നത്തിലൊക്കെ കാരണം താനാണ്. താൻ തലേ കിഴിയും വെച്ച് നടക്കുന്ന ഭ്രാന്തനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിടറോ, പോകാനൊരു ഇടവില്ലാതെ ഗതികെട്ട അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടക്കുക. ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ വല്ല ആശുപത്രിയിൽ പോയി കിടക്കണോ.